നമസ്കാരം. സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവം മോഷണ ശ്രമമാണോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. അക്രമി വീട്ടിനുള്ളിൽ നേരത്തെ കയറിയിരിക്കാം എന്നതാണ് സൂചന. സെയ്ഫിന് ആക്രമണം നടക്കുന്നതിന് മുമ്പ് കരീന കപൂർ ഗേൾസ് പാർട്ടിയിലായിരുന്നു. കവർച്ചാ ശ്രമത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് സഹോദരി കരീഷ്മ കപൂറിനും സുഹൃത്തുക്കളായ സോനം കപൂർ, റിയ കപൂർ എന്നിവർക്കുമൊപ്പം ഗേൾസ് പാർട്ടി ആഘോഷിക്കുകയായിരുന്നു കരീന. ആക്രമണ സമയത്ത് സെയ്ഫിനെ കൂടാതെ വീട്ടുജോലിക്കാരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾക്കും ആക്രമണത്തിൽ പരിക്കുണ്ട്. അതേസമയം അക്രമിക്ക് സെയ്ഫിന്റെ വീട്ടിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചെന്ന നിഗമനത്തിലാണ് പോലീസ്. ആക്രമണം നടക്കുന്നതിന് 2 മണിക്കൂർ സമയത്തിനുള്ളിൽ ആരും വീട്ടിലേക്ക് പ്രവേശിച്ചിട്ടില്ലെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനാൽ അക്രമിക്ക് വീട്ടിൽ മണിക്കൂറുകളോളം ഒളിച്ചു തങ്ങാൻ അവസരം ലഭിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംശയമുള്ള 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കവർച്ചാ ശ്രമത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് സഹോദരി കരീഷ്മ കപൂറിനും സുഹൃത്തുക്കൾക്കുമൊപ്പം പുറത്തു പോയതായിരുന്നു കരീന. മോഷണ ശ്രമത്തിനിടെ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു കരീന കപൂർ പുറത്തേക്ക് പോയത്. അതിനിടെ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ പ്രതികരിച്ച് കരീന കപൂർ രംഗത്ത് വന്നു. സെയ്ഫ് അലി ഖാൻ ചികിത്സയിൽ തുടരുകയാണെന്നും കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഔദ്യോഗിക പ്രതികരണത്തിൽ നടിയുടെ ടീം അറിയിച്ചു. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് മാധ്യമങ്ങളോടും ആരാധകരോടും ഇവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി സെയ്ഫ് അലി ഖാന്റെയും കരീന കപൂറിന്റെയും വസതിയിൽ മോഷണ ശ്രമം നടന്നു. സെയ്ഫിന് കൈക്ക് പരിക്കേറ്റു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബത്തിലെ മറ്റുള്ളവർ സുഖമായിരിക്കുന്നു. ഞങ്ങൾ മാധ്യമങ്ങളോടും ആരാധകരോടും അഭ്യർത്ഥിക്കുന്നു, ക്ഷമയോടെ ഇരിക്കുക. കൂടുതൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്. പോലീസ് അന്വേഷണം തുടരുകയാണ്, പ്രതികരണത്തിൽ പറയുന്നു. അതേസമയം അക്രമിയുടെ കുത്തേറ്റ നടനെ ലീലാവതി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഒരു പരിക്ക് ആഴമേറിയതാണെന്നും 10 തുന്നലുകൾ വേണ്ടി വന്നെങ്കിലും നട്ടെല്ലിനെ ബാധിച്ചില്ലെന്നും ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. സെയ്ഫിന്റെ ശരീരത്തിൽ കത്തിയുടെ ഒരു കഷ്ണം ഡോക്ടർമാർ കണ്ടെത്തിയെന്നും തുടർ സർജറികൾ ആവശ്യമാണെന്നും ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കി. ഒട്ടേറെ സെലിബ്രിറ്റികൾ താമസിക്കുന്ന ബാന്ദ്രയിൽ നടന്ന ആക്രമണം മുംബൈ പോലീസിന് വലിയ ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുകയാണ്. സെലിബ്രിറ്റികൾ പോലും സുരക്ഷിതരല്ലെങ്കിൽ നഗരത്തിന്റെ ക്രമസമാധാന നില എന്തായിരിക്കുമെന്ന് ചോദ്യം ചെയ്ത് മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു.